1591 സ്പെയിനിലെ കാറ്റലോണിയയിലാണ് വിശുദ്ധ മൈക്കൽ ഡി സാങ്ക്ടസ് ജനിച്ചത്. വിശുദ്ധന് 6 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം തന്റെ മാതാപിതാക്കളോട് താൻ ഒരു സന്യാസിയാകുവാൻ പോകുന്ന കാര്യം അറിയിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ വലിയ തോതിൽ തന്നെ അനുകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം മൈക്കിൾ ഒരു വ്യാപാരിയുടെ സഹായിയായി കുറച്ചുകാലം ജോലി ചെയ്തു. എന്നിരുന്നാലും അസാധാരണമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയ ജീവിതമായിരുന്നു വിശുദ്ധൻ തുടർന്നിരുന്നത്. 1603 അദ്ദേഹം ബാഴ്സലോണയിലെ ട്രിനിറ്റേറിയൻ ഫ്രിയാഴ്സ് സഭയിൽ ചേരുകയും 1607 സർഗോസയിലെ വിശുദ്ധ ലാംബർട്ടിന്റെ ആശ്രമത്തിൽ വെച്ച് സന്യാസവ്രതം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അധികം താമസിയാതെ തന്നെ മൈക്കിൾ ട്രിനിറ്റേറിയൻ സഭയുടെ നവീകരിച്ച വിഭാഗത്തിൽ ചേരുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും വിശുദ്ധന് അതിനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധൻ മാഡ്രിഡിലെ നൊവീഷ്യേറ്റിലേക്ക് അയക്കപ്പെട്ടു. സെവില്ലയിലും സലാമാൻകായിലുമായി തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിശുദ്ധൻ പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും 2 പ്രാവശ്യം വെല്ലഡോളിഡിലെ ആശ്രമത്തിലെ സുപ്പീരിയറായി സേവനം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ കുർബാനയോടുള്ള മൈക്കിളിന്റെ ഭക്തിയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനുണ്ടാവാറുള്ള ആത്മീയ ഉണർവ് മൂലം ഒരു വിശുദ്ധനായിട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ മൈക്കിളിനെ പരിഗണിച്ചിരുന്നത്. 1625 ഏപ്രിൽ 10 തന്റെ 35-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 1862 പിയൂസ് 9 പാപ്പ മൈക്കിൾ ഡി സാങ്ക്ടസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധന്റെ പേരിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു.